ഇൻഫ്ലുവൻസിങ്ങും ബിസിനസ്സൊക്കെ മാറ്റി വെച്ചാൽ വിപിനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ മിമിക്രി മ്യൂസിക് ഒക്കെ ചെയ്യുന്ന അതൊക്കെ അറിഞ്ഞല്ലേ? കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് ചാലക്കുടിയിലാണ്, കലാഭവൻ മണിച്ചേട്ടൻ്റെ ചാലക്കുടി. മണിച്ചേട്ടൻ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടും. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പാട്ട്, ഞാൻ മ്യൂസിക് കമ്പോസിഷൻ, എൻ്റെ രണ്ടാമത്തെ ഒരു ആൽബം ഉണ്ടായിരുന്നു, അത് കലാഭവൻ മണിച്ചേട്ടനാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിക് ഫീൽഡിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനിങ്ങനെ 9 പാട്ടോളം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ ആ സമയത്ത്, അതായത് ഇൻ്റർനെറ്റ് ഒന്നും അത്ര ഒരു പോപ്പുലർ അല്ലാത്ത ഒരു 2014 ആ ടൈമിലൊക്കെയാണ് ആ പാട്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനി ഒന്ന് റീമേക്ക് ചെയ്യണമെന്നുണ്ട്, ഇവിടെ വന്നിട്ട് ദുബായ് തീമിലൊക്കെ ചെയ്യണമെന്നുണ്ട്. ചാലക്കുടിയാണ് നമ്മുടെ ചാലക്കുടി എന്ന് പറയുമ്പോൾ കലാഭവൻമണിയുടെ നാട്ടിൽ നിന്നായതുകൊണ്ടാണ് മിമിക്രിയിലും മിമിക്രിയും അത് അത് ആയിരിക്കാം. കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒക്കെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. കോളേജിൽ +2 പഠിക്കുന്ന വരെ ഞാൻ അങ്ങനെ അധികം സംസാരിക്കാതെ, ഈവൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞാലും നമുക്ക് പറയുമ്പോൾ ഒരു ചമ്പലും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിനെ, എൻ്റെ ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് നമുക്കറിയാമല്ലോ, ഓരോ ഇൻസിഡൻ്റ് ആയിരിക്കും നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റിന് കാരണമാവുക. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്സ് ഡേ വന്നു. ആർട്സ് ഡേക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കണം എന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ ചെറിയ ശബ്ദമൊക്കെ അനുകരിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ യാദൃശികമായിട്ട് ഞാനൊരു മിമിക്രിക്ക് പേര് കൊടുത്തു. അപ്പോൾ അതൊരു റിസ്ക് ആയിരുന്നു ആക്ച്വലി. ഒരു ഇൻട്രോവേർട്ടായിട്ട് ഒരാൾ, ഇതുവരെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത ഒരാൾ കോളേജിൽ ആർട്സ് ഡേക്ക് ഇത്രയും ആളുകൾ മുന്നിൽ വെച്ചിട്ട് മിമിക്രി ചെയ്യാമെന്ന് പറഞ്ഞു. അതിപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, വിപിൻ മേഡ് മിമിക്രി എന്ന് അടിച്ചു കൊടുത്ത് കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. അതെൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതെല്ലാം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, അത് എല്ലാവരും നല്ല രീതിയിൽ ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ കിട്ടിയ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ സംഭവത്തിന് ശേഷമുള്ള ഞാനും അതിന് മുമ്പുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കണക്കിന് തന്നെ ആ ഇൻട്രോവേർട്ട് ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുത്ത ആ ഒരു പെർഫോമൻസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാം, എല്ലാവർക്കും അങ്ങനെ പറയാറ്. ആ സ്റ്റേജ് ഫിയർ ഒരു പരിധി വരെ മാറി കിട്ടിയത് ആ ഒരു പ്രോഗ്രാമിലാണ്. പിന്നെ അതിന് ശേഷം പറഞ്ഞു ഡീസോൺ കോമ്പറ്റീഷനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിൽ മിമിക്രി തൃശ്ശൂരിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ വിപിൻ്റെ പ്രൊഫഷനും ഈ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ്? അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബിസിനസ്സിനെ പറ്റി കൂടുതൽ നോളജ് ഒന്നും ഇല്ലാതെ തുടങ്ങിയ ഒരു കമ്പനിയാണ്. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ബിസിനസ്സിലും അപ്ഗ്രേഡ് ചെയ്ത് വന്നു. അപ്പോൾ 5 വർഷം നാട്ടിൽ തന്നെ സെയിം ബിസിനസ് നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് ചില കണ്ടൻസ് കാണുമ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നും. ഞാൻ നോട്ട് ചെയ്തത് മലയാളത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാച്ചുറൽ സ്റ്റൈൽ പ്ലസ് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ എൻ്റേതായ ശൈലിയിൽ സംസാരിക്കും. അതായത് നമ്മളിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതി പഠിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം നമ്മളൊരു നാച്ചുറൽ ടോണിൽ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാവാൻ കാരണം റീസെൻ്റ്ലി ഒരു വർഷം മുൻപുണ്ടായിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ റെസ്പോൺസ് ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ടായപ്പോൾ കുറച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടി ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്തു. ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ ഫണ്ട് സമാഹരണത്തിൻ്റെ കാര്യവും അതുപോലെ കുറച്ച് സോഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് വേറെ രീതിയിലായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററിനേക്കാൾ ഉപരി നമുക്ക് ഒരു റെസ്പെക്റ്റ് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. അതെ, സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറച്ച് ടോപ്പിക്സ് പ്ലസ് ഇൻഫർമേറ്റീവ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊരു ടോപ്പിക്ക് കാണുമ്പോൾ അത് പറയണമെന്ന് തോന്നും. അത് വേറെ മലയാളത്തിൽ കാണാത്ത ടോപ്പിക്ക്, വേറെ സംസാരിക്കാത്ത ടോപ്പിക്ക്, അപ്പോൾ യുണീക്കായിട്ടുള്ള